Hello students. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തിയറം 9.19 ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കൊറോളറി ആണ്. സപ്പോസ് എഫ് മാപ്സ് എ കോൺവെക്സ് ഓപ്പൺ സെറ്റ് ഇ സബ്സെറ്റ് ഓഫ് Rn into Rm and f is differentiable in E such that f dash of x equal to 0 for all x belongs to E, then f is constant. അപ്പോൾ ഇവിടെ ഈ ഒരു കോൺവെക്സ് ഓപ്പൺ സെറ്റ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എഫ് മാപ്സ് Rn into Rm and it is given that f is differentiable in E and f dash of x equal to 0 for all x belongs to E. We have to prove that f is a constant map. Given that f dash of x equal to 0 for all x belongs to E, and we have f dash of x is less than or equal to m for all x belongs to E. F dash of x equal to 0 for all x belongs to E എന്ന് പറയുമ്പോൾ we can say that mod f dash of x is a bounded function with the bound capital M, and in this case that bound capital M is equal to 0. So by the previous theorem we have the result mod f of b minus f of a is less than or equal to the bound into capital M into mod b minus a. But here m equal to 0. So we have mod f of b minus f of a is less than or equal to 0. Okay. Then we have mod f of b minus f of a is equal to 0, which implies that f of b minus f of a is equal to 0, and thus f of b is equal to f of a, which indicates that f is a constant function. Okay, clear ആയെന്ന് വിചാരിക്കുന്നു. Next we have a definition. Definition says that a differentiable mapping f of an open set E subset of Rn to Rm is said to be continuously differentiable in E if f dash is a continuous mapping of E into Lrn Rm. Lrn Rm എന്താണെന്നുള്ളത് ഓർക്കുന്നുണ്ടാവും. Lrn Rm എന്ന് പറഞ്ഞാൽ Rnൽ നിന്ന് Rmലേക്കുള്ള എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെയും കളക്ഷൻ. അപ്പോൾ ഒരു മാപ്പിംഗ് എപ്പോഴാണ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ എന്ന് പറയാൻ പറ്റുക എന്നാണ് ഈ ഡെഫിനേഷനിൽ പറയുന്നത്. എ മാപ്പിംഗ് എഫ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് ഈ സബ്സെറ്റ് ഓഫ് Rn ഇൻടു Rm. അപ്പോൾ ബേസിക്കലി അതൊരു ഓപ്പൺ സെറ്റിൽ നിന്ന് Rnൻ്റെ ഒരു ഓപ്പൺ സെറ്റിൽ നിന്ന് Rmലേക്കുള്ള മാപ്പിംഗ് ആണ്. ആ മാപ്പിംഗ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ എന്ന് പറയണമെങ്കിൽ f dash is a continuous mapping of E into Lrn Rm ആയിരിക്കണം. അപ്പോൾ f ഒരു കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ മാപ്പിംഗ് ആണ് എന്ന് പറയണമെങ്കിൽ കറസ്പോണ്ടിംഗ്ലി കണ്ടീഷൻ ഇതാണ്: f dash is a continuous mapping of E from Lrn to Lrn Rm. f dash is a continuous mapping of E to Lrn Rm ആയിരിക്കണം. More explicitly, it is required that for to every x belongs to E and to every epsilon greater than 0, there corresponds a delta greater than 0 such that norm of f dash of y minus f dash of x less than epsilon if y belongs to E and mod x minus y is less than delta. അപ്പോൾ ഇതാണ് നമുക്ക് ഡെഫിനേഷൻ പഠിക്കേണ്ടത്. കണ്ടീഷൻ പഠിക്കാനുള്ളത് ഇതാണ്: കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഏത് എക്സ് ബിലോങ്സ് ടു ഇ സെലക്ട് ചെയ്താലും ഏത് പോസിറ്റീവ് എപ്സിലൺ സെലക്ട് ചെയ്താലും ദർ കറസ്പോണ്ട്സ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നോം ഓഫ് എഫ് ഡാഷ് ഓഫ് വൈ മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലൺ whenever y belongs to E and mod x minus y is less than delta. നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ തന്നെ, അതായത് എഫ് ഡാഷ് ഇവിടെ പറയുന്നുണ്ട് എഫ് ഡാഷ് ഈസ് എ കണ്ടിന്യൂസ് മാപ്പിംഗ് ഓഫ് ഇ ഇൻറ്റു Lrn Rm ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം Lrn Rmൽ മോഡ് എന്ന് പറയുന്നതിന് പകരം അവിടെ നോമാണ്. അപ്പം നോം യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനിൽ മോഡ് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലൺ whenever mod x minus y is less than delta എന്നാണ്. ഇവിടെ കറസ്പോണ്ടിംഗ്ലി എഫ് ഡാഷ് ആണ് ഫംഗ്ഷൻ വരുന്നത്. എഫ് ഡാഷിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. Lrn Rmൽ മോഡിന് പകരം നമ്മൾ ഈ നോമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ കണ്ടീഷൻ ഇങ്ങനെയായിട്ട് ചേഞ്ച് വരും: നോം ഓഫ് എഫ് ഡാഷ് ഓഫ് വൈ മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലൺ whenever y belongs to E and mod x minus y is less than delta. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡെഫിനേഷൻ പഠിക്കുക. അതുപോലെ ഈ കണ്ടീഷനും ഓർത്ത് വയ്ക്കുക.
Okay. Then notation വരുന്നത് if this is so, we also may say that f is a c dashed mapping, continuously differentiable mapping എന്നുള്ളതിൻ്റെ നൊട്ടേഷൻ വരുന്നത് c dashed എന്നാണ് കേട്ടോ. c സ്ക്രിപ്റ്റ് ലെറ്റർ c ആണിത്, അതിൻ്റെ ഒരു ഡാഷും. c dashed mapping or that f belongs to c dash of e. This means f belongs to c dash of e പറഞ്ഞിട്ടുണ്ടെങ്കിൽ f is a continuously differentiable mapping on e, which means that f dash is a continuous mapping of E into L, Rn, Rm. Okay, definitions കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് എ തിയറം 9.21. പ്രീവിയസ് കൊറോളറി 9.20 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, നമ്പർ കൃത്യമായിട്ട് ഇടുക. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: സപ്പോസ് എഫ് മാപ്സ് ആൻ ഓപ്പൺ സെറ്റ് ഇ സബ്സെറ്റ് ഓഫ് Rn into Rm, then f belongs to c dash of e, which means that f is continuously differentiable if and only if the partial derivatives djfi exist and continuous on e for 1 less than or equal to I less than or equal to m and 1 less than or equal to j less than or equal to m. കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആവാൻ വേണ്ട നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുകയും അവരെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കുകയും ചെയ്യും. തിരിച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുകയും അവർ കണ്ടിന്യൂസ് ആയിരിക്കുകയും ചെയ്താൽ എഫ് ഈസ് എ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ മാപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് അസ്യൂം ദാറ്റ് എഫ് ബിലോങ്സ് ടു സി ഡാഷ് ഓഫ് ഇ. എഫ് ഒരു കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ മാപ്പിംഗ് ആണ് എന്ന് അസ്യൂം ചെയ്യാം. സോ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അപ്പോൾ ഓർമ്മ വേണം. എഫ് ഈസ് എ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിംഗ്ലി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കണ്ടീഷൻ ഇതാണ്: എഫ് ഡാഷ് ഈസ് എ കണ്ടിന്യൂസ് മാപ്പിംഗ് ഓഫ് ഇ ഇൻറ്റു എൽ ആർ എൻ ആർ എം. ഡെഫിനേഷൻ ഓർക്കുക. ഓക്കെ, ഓർ വി ക്യാൻ സേ ദാറ്റ് norm of f dash of y minus f dash of x less than epsilon whenever y belongs to e and mod x minus y is less than delta. അതാണ് ഇവിടെ നമുക്ക് ഉള്ള കണ്ടീഷൻ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അവർ കണ്ടിന്യൂസ് ആണ് എന്നുള്ളതും പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഇതായിരുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് തിയറം 1.17 ഡി ജെ എഫ് ഐ ഓഫ് എക്സ് എക്സിസ്റ്റ്. ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ ഡി ജെ എഫ് ഐ ഓഫ് എക്സ് എക്സിസ്റ്റ് എന്നുള്ളത് തിയറം 1.17 നിന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഇ ജെ, f dash of x dot ej is equal to sigma I equal to 1 to n dj fi of x dot ui. ഓൾറെഡി നമ്മൾ പഠിച്ചൊരു തിയറമാണ്. ആ തിയറത്തിൽ നിന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ദിസ് റിലേഷൻ ഹോൾസ് എന്നുള്ളതും കിട്ടുന്ന ഒരു കാര്യമാണ്. നൗ ടേക്ക് ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് യു ഐ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും യു ഐ വെച്ചിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. So we have f dash of x into ej ui. Into means dot. ഇവിടുത്തെ ഡോട്ട് എന്ന് നമ്മൾ പറയുന്നതുകൊണ്ട് യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം എന്നില്ല. അവിടുത്തെ ഡോട്ട് പ്രോഡക്റ്റ് എന്താണോ അത്, ആ ഒരു കോണ്ടെക്സ്റ്റിലെ ഡോട്ട് പ്രോഡക്റ്റ് എന്താണോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈസ് ഈക്വൽ ടു ഡി ജെ എഫ് ഐ ഓഫ് എക്സ്. ഇവിടെ ഡോട്ട് യു ഐ എടുക്കുമ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഈ ബാക്കി ഏത് ഐ വാല്യൂവിനും യു ജെ ഡോട്ട് യു ഐ, ഇപ്പോൾ യു ഐ ഈക്വൽ ടു 1 to n വരെയുണ്ട് ഈ സമ്മേഷനകത്ത്. അപ്പോൾ ഈ ആദ്യം u1 ഡോട്ട് യു ഐ, u2 ഡോട്ട് യു ഐ, u3 ഡോട്ട് യു ഐ, ഇടയിൽ എവിടെയോ വെച്ച് യു ഐ ഡോട്ട് യു ഐ, പിന്നെ ബാക്കിയുള്ളത്. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോട്ട് പ്രൊഡക്റ്റ്. ഇവിടെ സ്റ്റാൻഡേർഡ് ബേസിസാണ്. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് സെയിമിന് മാത്രം 1 വരും, അല്ലാത്തതിനൊക്കെ 0 ആയിരിക്കും. അതും നമ്മൾ പഠിച്ചൊരു റിലേഷനാണ്, പഠിച്ചൊരു റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഏത് ഐ വാല്യൂ വന്നാലും ഈ ഡോട്ട് പ്രൊഡക്റ്റ് അവിടെ എല്ലാം 0 ആയിരിക്കും. ഐ വരുമ്പോൾ യു ഐ ഡോട്ട് യു ഐ വരുമ്പോൾ മാത്രമേ അതിന് വാല്യൂ വരുള്ളൂ. മാത്രമല്ല യു ഐ ഡോട്ട് യു ഐയുടെ വാല്യൂ 1 ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമ്മേഷനകത്ത് ആകെ ഒരു ടേം എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഡി ജെ എഫ് ഐ ഓഫ് എക്സ്. ഐയുടെ വാല്യൂ ഐ തന്നെ ആയിരിക്കുമ്പോഴാണ് ആ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡി ജെ എഫ് ഐ ഓഫ് എക്സ് ഇൻറ്റു മീൻസ് ഓർ ഡോട്ട് യു ഐ ഡോട്ട് യു ഐ, ആ ഒരു വാല്യൂ, ആ ഒരു ടേം മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. യു ഐ ഡോട്ട് യു ഐയുടെ വാല്യൂ 1 ആയിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, സോ വി ഹാവ് ദിസ് റിലേഷൻ.
ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നൗ കാൽക്കുലേറ്റ് മോഡുലസ് വാല്യൂ ഓഫ് ഡി ജെ. ഇത് ഇവിടെ എഴുതാൻ വിട്ടുപോയിക്ക് എന്താട്ടോ, ഐ ഉണ്ട്, ഇവിടെയും ഐ ഉണ്ട് കേട്ടോ. അത് ഐത്ത് കേസ് ആയതുകൊണ്ട് അവർ എഴുതിയിട്ടില്ല, അത് വിട്ടുപോയതാന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇത് എഴുതുക കേട്ടോ. കാരണം ഇപ്പോഴും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ ആ ഐയും കൂടി ഇൻഡിക്കേറ്റ് ചെയ്ത് എഴുതിക്കോളും. ഓരോ പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമ്മൾ ഡി ജെ എഫ് ഐ എന്നല്ലേ വിളിക്കാറ്. അപ്പോൾ മോഡുലസ് വാല്യൂ ഓഫ് ഡി ജെ എഫ് ഐ ഓഫ് വൈ മൈനസ് ഡി ജെ എഫ് ഐ ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടുത്തെ റിലേഷൻ പ്രകാരം ഡി ജെ എഫ് ഐയുടെ വാല്യൂ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഇ ജെ ഇൻറ്റു യു ഐ മീൻസ് ഡോട്ട് യു ഐ. ഓക്കെ, അപ്പോൾ ഡി ജെ എഫ് ഐ ഓഫ് വൈക്ക് പകരമായിട്ട് എഫ് ഡാഷ് ഓഫ് വൈ ഡോട്ട് ഇ ജെ ഡോട്ട് യു ഐ, ഡി ജെ എഫ് ഐ ഓഫ് എക്സിന് പകരം എഫ് ഡാഷ് ഓഫ് എക്സ് ഡോട്ട് ഇ ജെ ഡോട്ട് യു ഐ എന്ന് എഴുതാം. ദെൻ ദാറ്റ് ഈസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു, ഇതിൽ നിന്ന് കോമൺ ആയിട്ട് മോഡ് യു ഐ പുറത്തെടുക്കാം, ഇ ജെ കോമൺ ആയിട്ട് പുറത്ത് കൊണ്ടുവരാം, സോ ഇത് കിട്ടും. ദെൻ മോഡ് യു ഐ ഈക്വൽ ടു 1 ആണ്, സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്, അപ്പോൾ മോഡ് യു ഐ ഈക്വൽ ടു 1 ആണ് എന്നുള്ളത് നമുക്കറിയാം. ദെൻ നമ്മുടെ റിലേഷൻ മോഡിനെയും നോമിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ വെച്ചിട്ട് ഇതാ ഇങ്ങനെ എഴുതാം. അഗെയിൻ മോഡ് ഇ ജെ ഈക്വൽ ടു 1 ആണ്, സോ നമുക്ക് ഇങ്ങനെ കിട്ടും. ദെൻ ഇവിടെ നമുക്ക് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നതുകൊണ്ട് മോഡ് എഫ് ഡാഷ് ഓഫ് വൈ മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലൺ വെൻ അവർ മോഡ് എക്സ് മൈനസ് വൈ ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് വൈ ബിലോങ്സ് ടു ഇ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലൺ എന്നുള്ളത് നമുക്ക് എഴുതാം. മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ തന്നെയാണ് കേട്ടോ നമ്മളത് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇൻ ദാറ്റ് കേസ് അപ്പോൾ ഇവിടെ ഈ ലെസ് ദാൻ എപ്സിലൺ എന്ന് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇവിടെ എഴുതി പോയിക്കോളൂ, വെൻ എവർ മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് വൈ ബിലോങ്സ് ടു ഇ എന്നുകൂടെ ചേർക്കുക. സോ വി ഹാവ് മോഡുലസ് വാല്യൂ ഓഫ് ഡി ജെ, ഇവിടെ ഐ ചേർക്കണേ, നേരത്തെ ഇവിടുത്തെ റിസൾട്ട് ആണ്, അതും ഇവിടെ ഐ ചേർക്കാൻ മറക്കരുത് നോട്ടിൽ എഴുതുമ്പോൾ. മോഡ് ഡി ജെ എഫ് ഐ ഓഫ് വൈ മൈനസ് ഡി ജെ എഫ് ഐ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലൺ വെൻ എവർ, അതും ചേർക്കുക, വെൻ എവർ മോഡ് എക്സ് മൈനസ് വൈ ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് വൈ ബിലോങ്സ് ടു ഇ എന്നാണ് നമുക്ക് ഫൈനലി റിസൾട്ട് കിട്ടുന്നത്. ഫ്രം ദാറ്റ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇതെന്താ ഡി ജെ എഫ് ഐയുടെ കണ്ടിന്യൂറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ, ഈ ഒരു റിലേഷൻ. വി ക്യാൻ സേ ദാറ്റ് ഡി ജെ എഫ് ഐ ഈസ് വെൻ എവർ എഫ് ഡാഷ് ഈസ് DJFI is continuous, partial derivatives are continuous എന്ന് conclude ചെയ്യാം. Okay, this means that DJFI is continuous since f dash is continuous. Okay.